പരീക്ഷയും ചേട്ടൻ്റെ കല്യാണത്തലേന്നും ഒരേ ദിവസം ആയതുകൊണ്ട് വല്ലാത്തൊരു ഓട്ടമായിരുന്നു അന്ന്. ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ചെയ്യാനും പറ്റിയില്ല. അതവസാനം ട്രെയിനിലിരുന്ന് ചെയ്യേണ്ടിയും വന്നു. ഭയങ്കര പ്ലാനിങ് ആയതുകൊണ്ട് ഇരിഞ്ഞാലക്കുട എത്തിയത് പോലും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ കാറിൽ ഓടിക്കയറി വെച്ച് പറപ്പിച്ചു. പക്ഷെ ഞാൻ എത്തുന്നതിന് മുന്നേ കുറച്ച് പരിപാടികൾ വീട്ടിൽ കഴിഞ്ഞായിരുന്നു. ഒരു മിനിറ്റ് കൊണ്ട് റെഡിയായി നേരെ ഹാളിലോട്ടാണ് വേഗം വിട്ടത്. മൈക്ക് പിന്നെ എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാനില്ലാണ്ട് പരിപാടി തുടങ്ങില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. അങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് സകല ദൈവങ്ങളെയും വിളിച്ച് പരിപാടി അങ്ങോട്ട് തുടങ്ങി. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ സ്റ്റേജ് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ട വന്നില്ല. ഫസ്റ്റ് ഇംപ്രഷനിൽ തന്നെ ഞാൻ അങ്ങ് വീണു. അത്രയും ഗംഭീരമായിരുന്നു. അങ്ങനെ ഇത്രയും ദിവസം അടുപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത ഡാൻസും പാട്ടും ഒക്കെ വെച്ച് കീച്ചി നല്ല ഫുഡും കഴിച്ച് എല്ലാവരോടും സംസാരിച്ച് കലാപരിപാടികളൊക്കെ അവസാനിപ്പിച്ച് ആ ഹാളിൽ നിന്ന് ടാറ്റയും പറഞ്ഞു പോന്നു. ഈ ക്ഷീണമൊന്ന് മാറ്റി വെച്ചിട്ട് വേണം അടുത്തയിലേക്കുള്ള പ്ലാനിങ്ങും ഒരുക്കങ്ങളായി നമ്മളൊക്കെ ഇറങ്ങാൻ. അപ്പോൾ വാ, ഇനി കല്യാണം കൂടിയിട്ട് വരാം. അപ്പോൾ ഓക്കെ, ബൈ.